21-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ രക്തസാക്ഷികളുടെ പട്ടികയിൽ ആഫ്രിക്ക ഒന്നാമത്. മൂന്നാം സഹസ്രാബ്ദത്തിലെ ക്രൈസ്തവ രക്തസാക്ഷികളുടെ സംഭവബഹുലമായ ജീവിത കഥകൾ ഗവേഷണം ചെയ്യുന്നതിനും പട്ടികപ്പെടുത്തുന്നതിനുമായി 2023-ൽ ഫ്രാൻസിസ് മാർപ്പാപ്പ രൂപം നൽകിയ കമ്മീഷൻ ഓഫ് ന്യൂ മാർട്ടിയേഴ്സ് സമാഹരിച്ച പട്ടിക പ്രകാരമാണ് ഈ കണക്ക്. ഈ 21-ാം നൂറ്റാണ്ടിൽ മറ്റു ഭൂഖണ്ഡങ്ങളെ അപേക്ഷിച്ച് ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ടത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 21-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ രക്തസാക്ഷികളുടെ പട്ടികയിൽ ആഫ്രിക്ക ഒന്നാമതെന്ന് കണ്ടെത്തി. മൂന്നാം സഹസ്രാബ്ദത്തിലെ ക്രൈസ്തവ രക്തസാക്ഷികളുടെ സംഭവബഹുലമായ ജീവിതകഥകൾ ഗവേഷണം ചെയ്യുന്നതിനും ക്രമീകരിക്കുന്നതിനുമായി 2023-ൽ ഫ്രാൻസിസ് മാർപ്പാപ്പ രൂപം നൽകിയ കമ്മീഷൻ ഓഫ് ന്യൂ മാർട്ടേഴ്സ് സമാഹരിച്ച പട്ടിക പ്രകാരമാണ് ഈ കണക്ക്. ഈ 21-ാം നൂറ്റാണ്ടിൽ മറ്റ് ഭൂഖണ്ഡങ്ങളെ അപേക്ഷിച്ച് ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 25 വർഷത്തിനിടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള 1600-ലധികം പുരുഷന്മാരും സ്ത്രീകളും ക്രൈസ്തവരായതിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എ ടു ദി ചർച്ച് ഇൻ നീഡിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ആഫ്രിക്കയിലെ ക്രൈസ്തവർ നേരിടുന്ന ഭീകരമായ പീഡനത്തിന്റെ നേർസാക്ഷ്യമാണ് റിപ്പോർട്ട്. അതേസമയം രക്തസാക്ഷികളുടെ എണ്ണം പൂർണ്ണമായി എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തതിനാൽ വിദൂര പ്രദേശങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കുമെന്നാണ് വത്തിക്കാൻ കമ്മീഷൻ ഡെപ്യൂട്ടിയും സാൻ എജിഡിയോ കമ്മ്യൂണിറ്റി സ്ഥാപകയുമായ ആൻഡ്രിയ റിക്കാർഡി പറയുന്നത്. അതേസമയം റിപ്പോർട്ടിൽ 643 പേർ സബ് സഹാറൻ ആഫ്രിക്കയിലും ഏഷ്യയിലും ഓഷ്യാനയിലും 357 പേരും 304 പേർ അമേരിക്കൻ ഐക്യനാട്ടിലും 277 പേർ മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലെ 43 പേരും കൊല്ലപ്പെട്ടതായി പറയുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പീഡനം നടക്കുന്നതായി പറയപ്പെടുന്ന നൈജീരിയയിൽ ഈ വർഷത്തെ ആദ്യ 7 മാസങ്ങളിൽ ക്രിസ്ത്യാനികളായതിന്റെ പേരിൽ 7000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ എന്ന സംഘടനയുടെ കണക്കെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നൈജീരിയയിൽ ഓരോ ദിവസവും ശരാശരി 30 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നുണ്ടെന്ന് ഇന്റർ സൊസൈറ്റി കണക്കാക്കുന്നു. ആഫ്രിക്കയിൽ ക്രൈസ്തവരെ കൊന്നെടുക്കുന്നതിന് പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.